ഹലോ ഗൂട്ടൻ ടാഗ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വെൻ ആൻഡ് അൾസ് ആണ്. അത് രണ്ട് കണക്റ്റേഴ്സ് ആണ്. ഇഫ് അല്ലെങ്കിൽ വെൻ എന്നുള്ളൊരു മീനിങ് തന്നെ കണക്റ്റേഴ്സ് ആണ്. അപ്പോൾ എന്താണ് നമുക്ക് അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താണ് വെൻ ആൻഡ് അൾസ് ആണ്. അതിനകത്ത് നമുക്ക് ഫസ്റ്റ് വെൻ എന്ന് പറഞ്ഞ കണക്റ്റേറിനെ കുറിച്ച് നമുക്ക് നോക്കാം. വെന്റെ മീനിങ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇഫ് അല്ലെങ്കിൽ വെൻ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അതിന്റെ സ്ട്രക്ചർ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെൻ എന്താണ് പൊതുവെ നമ്മുടെ വെർബ് അമ്മൻറ്റിൽ പോണ രീതിക്കാണ് വെൻ എന്നുള്ള കണക്റ്റോർ വരുന്നത്. നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സെന്റൻസിൽ എന്താണ് സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് അതിൻ്റെ കോമ വെൻ അല്ലെങ്കിൽ എന്താണ് അൾസ് പ്ലസ് സബ്ജക്റ്റ് ഒബ്ജക്റ്റ് വെർബ്. ഇതാണ് നമ്മുടെ വെന്നിന്റെ അല്ലെങ്കിൽ അൾസിന്റെ സ്ട്രക്ചർ വരുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെന്ന് എന്താണ് ഈ വെൻ അല്ലെങ്കിൽ എന്താണ് അൾസ് ഫസ്റ്റ് പൊസിഷനിൽ വരികയാണെന്നുണ്ടെങ്കിൽ വെൻ അല്ലെങ്കിൽ അൾസ് ഫസ്റ്റ് പൊസിഷനിൽ വരുമ്പോൾ എന്താണ് ആ സെന്റൻസ് നമ്മൾ ഏത് സെന്റൻസിലാണോ വെൻ അല്ലെങ്കിൽ അൾസ് യൂസ് ചെയ്യണത് അതിന്റെ എന്താണ് വെർബ് അമ്മൻറ്റിൽ പോകും. കണ്ടോ, വെൻ അല്ലെങ്കിൽ അൾസ് പ്ലസ് സബ്ജക്റ്റ് ഒബ്ജക്റ്റ് വെർബ്. അത് കഴിഞ്ഞിട്ട് തന്നെ നെക്സ്റ്റ് സെന്റൻസ് വരുമ്പോൾ എന്താണ് അയ വെർബ് കഴിഞ്ഞിട്ട് തന്നെ നെക്സ്റ്റ് കോമ കഴിഞ്ഞാൽ അടുത്ത വെർബ് വരണം. വെർബ് ടു വെർബ് ഫോമാണ് അവിടെ വരുന്നത്. നെക്സ്റ്റ് വെർബ് സബ്ജക്റ്റ് ഒബ്ജക്റ്റ്. കണ്ട, ഇത് നിങ്ങൾക്ക് എന്താണ് ഈ എക്സാമ്പിൾസ് എഴുതുമ്പോൾ തന്നെ അത് എങ്ങനെയാണ് കറക്റ്റ് വന്നേക്കണം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. നമുക്ക് എന്താണ് ഫസ്റ്റത്തെ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിയേ, ഇഷ് ബ്ലൈബെ സുഹൗസെ വെൻ എസ് റാഗ്നറ്റ്. ഇവിടെ വന്നിട്ടേക്കണണ്ട. അതായത് ഈ സെന്റൻസിന്റെ മീനിങ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ് ബ്ലൈബെ സുഹൗസെ, അതായത് ഐ ആം സ്റ്റേയിങ് അറ്റ് ഹൗസ്, ഞാൻ വീട്ടിൽ തന്നെയാണ് ഞാൻ എന്താണ് സ്റ്റേ ചെയ്യണത്. വെൻ അതായത് ഇഫ് അല്ലെങ്കിൽ വെൻ ഇറ്റ് റെയിൻസ് എസ് റാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ റെയിൻസ് എന്നാണ് മീനിങ്. അതായത് ഈ മഴ പെയ്യുകയാണെങ്കിൽ എന്താണ് ഞാൻ വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്യുന്നതാണ് പറഞ്ഞേക്കണത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ വെൻ എന്താണ് ഇവിടെ ഇട്ടാണ് എഴുതിയേക്കണത്. അപ്പൊ എന്താണ് ഫസ്റ്റത്തെ സെന്റൻസ് ഒന്ന് ഇഷ് ബ്ലൈബെ സുഹൗസെ, അത് കഴിഞ്ഞാൽ കോമ വെൻ എസ് റാഗ്നറ്റ്. ഇവിടെ കണ്ട വെർബ് അമ്മൻറ്റിൽ പോയത്. ഇനിയിപ്പോ ഈ വെൻ നമ്മൾ ഫസ്റ്റ് പൊസിഷനിലാണ് ഇടണമെന്നുണ്ടെങ്കിൽ എന്താണ് ഇവിടെ ഈ റാഗ്നറ്റ് വരും. അത് കഴിഞ്ഞിട്ട് ഈ ബ്ലൈബെ സുഹൗസെ എന്നുള്ളത് ബ്ലൈബെ ഇഷ് സുഹൗസെ എന്ന് വരും. അത് നമുക്ക് എന്താണ് നെക്സ്റ്റ് ഇവിടെ ഈ സെന്റൻസ് നോക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ആയ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവും. നെക്സ്റ്റ് സെന്റൻസ് നോക്കിയേ, വെൻ ഇഷ് സൈറ്റ് ഹാബെ ബസൂഹെ ഇഷ് മൈനെ ഗ്രോ സെൽറ്റേൺ. അതായത് എനിക്ക് ടൈം കിട്ടുമ്പോൾ ഞാൻ എന്താണ് എൻ്റെ ഗ്രോ സെൽറ്റേൺ, അതായത് എൻ്റെ ഗ്രാൻഡ് പേരൻസിനെ വിസിറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കണത്. അപ്പൊ ഈ സെന്റൻസിൽ നോക്കിയേ വെൻ ഫസ്റ്റ് പൊസിഷനിലാണ് വന്നേക്കണത്. വെൻ ഇഷ് സൈറ്റ് ഹാബെ. അപ്പോൾ ഈ സെന്റൻസിൽ നോക്കിയേ വെർബ് അമ്മൻറ്റിൽ പോയി വെൻ ഇഷ് സൈറ്റ് ഹാബെ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സെന്റൻസ് തുടങ്ങിയേക്കണ ബസൂഹെ ഇഷ്, അതായത് വെർബ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തേക്കണത്. ബസൂഹെ ഇഷ് മൈനെ ഗ്രോ സെൽറ്റേൺ. അതായത് ഇഫ് ഐ ഹാവ് ടൈം എന്നിട്ടാ ഐ വിസിറ്റ് മൈ ഗ്രാൻഡ് പേരൻസ്, അല്ലെങ്കിൽ വെൻ ഐ ഹാവ് ടൈം ഐ വിസിറ്റ് മൈ ഗ്രാൻഡ് പേരൻസ്. അതാണ് അതിന്റെ മീനിങ് തന്നെ. നെക്സ്റ്റ് നോക്കിയേ, നെക്സ്റ്റ് ഒരു സെന്റൻസ് തന്നെ നോക്കിയേ, വെൻ ദു ഫ്ലൈസിക് ലേൺസ്റ്റ് ബെസൂഹ്റ്റ് ദു ബെസ്റ്റേസ്റ്റ് ദു ദി പ്രൂഫിംഗ് എന്നാണ് വന്നേക്കണത്. അതായത് നീ എന്താണ് വെൻ യു സ്റ്റഡി ഹാർഡ് അല്ലെങ്കിൽ ഇഫ് യു സ്റ്റഡി ഹാർഡ് യു പാസ് ദ എക്സാം. അതായത് നീ നല്ലോണം പഠിച്ചാലെന്നാണ് നീ പാസ്സാവുന്നു. അവിടെ എന്താണ് വെർബ് വെന്ന് ഫസ്റ്റ് പൊസിഷനിലാണ് വന്നേക്കണത്. ആ സെന്റൻസിൽ എന്താണ് ലേൺസ്റ്റ് എന്നുള്ള വെർബ് എന്താണ് അമ്മൻറ്റിൽ പോയി. നെക്സ്റ്റ് സെന്റൻസ് എന്താണ് ബെസൂസ്റ്റ് എന്നുള്ള ബെസ്റ്റേസ്റ്റ് എന്നുള്ള വെർബ് വെച്ചിട്ട് എന്താണ് സ്റ്റാർട്ട് ചെയ്തു അവസാനിച്ച സെന്റൻസ്. ഇങ്ങനെയാണ് നമ്മൾ എന്താണ് വെൻ എന്നുള്ള കണക്റ്റോർ നമ്മൾ എന്താണ് യൂസ് ചെയ്യണത്. നമ്മൾ ഇനി പഠിക്കാൻ പോണ അൾസും ഏകദേശം ഇതേപോലെ തന്നെയാണ്, മീനിങ് വൈസ് മാത്രം എന്താണ് വ്യത്യാസമുള്ളൂ. അപ്പൊ എന്താണ് നമ്മുടെ നെക്സ്റ്റ് കണക്റ്റോർ വരുന്നതാണ് അൾസ് ആണ്. അൾസിന്റെ മീനിങ് തന്നെ വെൻ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യണം പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ പറയാനായിട്ട്. അത് പാസ്റ്റിൽ ഒരു പ്രാവശ്യം നടന്ന കാര്യങ്ങളൊക്കെ പറയാനായിട്ടാണ് എന്ത് യൂസ് ചെയ്യണത്, അൾസ് യൂസ് ചെയ്യണത്. ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അൾസ് ഇഷ് കിൻഡർ വാർ സ്പീൽറ്റെ ഇഷ് ഗേണെ ഡ്രൗസേൺ. ഇവിടെ അൾസ് എന്നാണ് ഫസ്റ്റ് പൊസിഷനിലാണ് വന്നേക്കണത്. അപ്പൊ എന്താണ് വെർബ് അമ്മൻറ്റിൽ പോയി. നെക്സ്റ്റ് സെന്റൻസ് എന്താണ് ഇവിടെ വന്നു വെർബ് അമ്മൻറ്റിൽ പോയി. അതിൻ്റെ നെക്സ്റ്റ് സെന്റൻസ് നോക്കിയ വെർബ് ടു വെർബായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തു എന്നിട്ടെന്നാണ് എഴുതി. ഇവിടുത്തെ ഈ സെന്റൻസിന്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൾസ് ഇഷ് കിൻഡർ വാർ, അതായത് ഞാൻ കുട്ടിയായിരുന്നപ്പോൾ സ്പീൽറ്റെ ഇഷ് ഗേണെ ഡ്രൗസേൺ, അതായത് എന്താണ് പുറത്ത് കളിക്കാൻ, അതായത് ഔട്ട് സൈഡിൽ പ്ലേ ചെയ്യാനായിട്ട് എനിക്ക് ഇഷ്ടമായിരുന്നു. അതാണ് ഈ സെന്റൻസിന്റെ മീനിങ് തന്നെ. ഇതാണ് നമ്മൾ എന്താണ് പാസ്റ്റിൽ നടന്ന ഒരു കാര്യം പറയാനായിട്ടാണ് യൂസ് ചെയ്തേക്കണത്. അതുകൊണ്ടാണ് നമ്മളിവിടെ എന്താണ് അൾസ് യൂസ് ചെയ്തത്. എല്ലാം തന്നെ നമുക്ക് ഇവിടെ വെന്നി യൂസ് ചെയ്താൽ മതിയായിരുന്നു. അപ്പൊ ഇതേപോലെ പാസ്റ്റിലെ കാര്യങ്ങൾ പറയാനായിട്ട് എന്താണ് യൂസ് ചെയ്യേണ്ടത്, അൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ കൂടി നോക്കിയാൽ, അൾസ് ഇഷ് ഗെസ്റ്റേൻ നാ ഹൗസെ കാം വാറസ് ഷോൺ ഡുങ്കൽ. അതായത് ഞാൻ ഇന്നലെ എന്താണ് വീട്ടിലെത്തിയപ്പോഴേക്കും എന്താണ് ഓൾറെഡി ഡാർക്ക് ആയിരുന്നു. അതാണ് ഈ സെന്റൻസിന്റെ മീനിങ് തന്നെ. ഇവിടെ നമ്മൾ ഫസ്റ്റ് പൊസിഷനിൽ അൾസ് ഇട്ടു,
അതിൻ്റെ എന്താണ് വെർബ് അമ്മൻറ്റിൽ പോയി നെക്സ്റ്റ് സെന്റൻസ് എന്താണ് വെർബിലെ കോമിട്ട് എന്താണ് വെർബ് ടു വെർബ് തന്നെ വന്നു എന്താണ് സെന്റൻസ് കംപ്ലീറ്റ് ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ എന്താണ് അൾസ് എന്ന് പറഞ്ഞ കണക്റ്റുകൾ യൂസ് ചെയ്യുക. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് അൾസും വെന്നും തമ്മിലുള്ള ഡിഫറൻസും അതേപോലെ തന്നെ എന്താണ് അൾസും വെന്നും എന്താണ് ഒരു സെന്റൻസിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് മനസ്സിലായില്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെന്നും അൾസും, അതായത് ഈ രണ്ട് കണക്റ്റീവ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യുക, അതേപോലെ തന്നെ എന്താണ് ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെയും ഡിഫറൻസ് എന്താണെന്നൊക്കെയാണ്. അപ്പോൾ ഇതേപോലുള്ള മോർ വീഡിയോസിനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യുക.